ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മസാല കപ്പലിൻ്റെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് ചെയ്ത് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ രീതിയിൽ നല്ല ഭംഗിയായി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മസാല കപ്പലണ്ടി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു കളറിന് വേണ്ടി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് നേരിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്, നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ടേസ്റ്റ് ഇല്ലാതെയായി പോവും. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് കപ്പലണ്ടിയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. 1/4 കിലോനാണ് ഇത്. അപ്പം ഇത് നല്ലതുപോലെ ഈ കപ്പലണ്ടിയും ഈ മാവും കൂടി ശരിക്കും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചതച്ചതിടാം. ഒരു 5-10 ചുള ഉള്ളി ഞാൻ നല്ലതുപോലെ പൊടി പോലെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിരുമ്മി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ 2 പ്രാവശ്യം ഇടാൻ പറ്റിയ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന ബാച്ച് മാത്രം നമ്മൾ വെള്ളമൊഴിച്ച് നനയ്ക്കുക. അല്ലാതെ എല്ലാം കൂടി നമ്മൾ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് അത് മൊരിഞ്ഞ് എടുക്കുമ്പോഴേക്കും ബാക്കിയുള്ളത് കട്ട പിടിച്ചിരിക്കും. കാരണം കപ്പലണ്ടി വീർക്കും വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടണ അനുസരിച്ച് മാത്രം നനച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കേണ്ട അതിലേക്ക് നമ്മൾ നനച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കിള്ളി വിടർത്തി ഇട്ട് കൊടുക്കുക. കട്ട പിടിക്കരുത്. കട്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മൊരിഞ്ഞ് ഉൾവശമൊക്കെ മൊരിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മളിത് നല്ലതുപോലെ മൊരിഞ്ഞ് വരുന്നതിന് മുന്നേ തന്നെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ വിടർത്തി കൊടുക്കുക. അപ്പോൾ ആ മേലെയുള്ള ആ കോട്ടിംഗ് ഒന്നും പോവില്ല. ആ സമയത്ത് മൊരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മളിതുപോലെ വിടർത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേലെയുള്ള കടലമാവൊക്കെ പൊളിഞ്ഞു പോയി കപ്പലണ്ടി വേറെ കടലമാവ് വേറെ ആയിട്ട് കിടക്കും. അതുകൊണ്ട് മൊരിയുന്നതിന് മുന്നേ തന്നെ ഇത് വിടർത്തി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കായം പൊടിക്ക് പകരം വേണമെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം.
2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിടുന്ന സമയത്ത് മാത്രം നനച്ചെടുക്കുക. കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓരോ ട്രിപ്പ് ഇടുന്നത് മാത്രം നമ്മൾ നനച്ചെടുത്തിട്ട് ഇടുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ശരിക്കും മൊരിയുന്നതിന് മുന്നേ ഈ വെളുത്തുള്ളി മൊരിയാനുള്ള ആ ഒരു ടൈം കൂടി മുൻകണ്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വേപ്പിലയും വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കപ്പലണ്ടി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ഒരു വെളുത്തുള്ളി നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി നമ്മളെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വറുത്ത് ജാറിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.